സോ ഹായ്, നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ്, അസസ്മെൻറ്റ് ആൻഡ് കറിക്കുലം എന്ന ചാപ്റ്ററിൽ. സോ ഫസ്റ്റ് ഡെഫിനിഷൻ, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ കോഴ്സ് പ്ലാനും യൂണിറ്റ് പ്ലാനും എന്തെന്നാണ്. സോ കോഴ്സ് പ്ലാൻ എന്താണ് പറയുന്നത്? ആ കംപ്ലീറ്റ് കോഴ്സ് ചിലപ്പോൾ 6 months കോഴ്സ് ആയിരിക്കാം, 1 year കോഴ്സ് ആയിരിക്കാം. വേറെ യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് 2-3 ചാപ്റ്റർ ക്ലബ് ചെയ്ത് ഒരു യൂണിറ്റ് എന്ന ബേസിസിൽ ഇതൊരു 2 അല്ലെങ്കിൽ 4 ആഴ്ച കൊണ്ട് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷനുമായി ഒരു ഡ്യൂറേഷനുമായി. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നെങ്കിൽ ആ കോഴ്സ് പ്ലാനിനകത്ത് എന്തൊക്കെ ടോപ്പിക്സാണുള്ളത്, എത്ര മണിക്കൂർ, അതിൻ്റെ ഒരു സിലബസ്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് നമ്മൾ ചെയ്യാനുള്ളത്, അതിൽ നിന്നുള്ള ഔട്ട്കം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിറ്റ് പ്ലാനിനകത്ത് ഒരു ഇപ്പം കോഴ്സ് പ്ലാൻ ബ്രോഡായിട്ടുള്ള ഓവർവ്യൂ ആണ് നമുക്ക് തരുന്നത്, മൊത്തത്തിലൊരു ഓവർവ്യൂ. വേറെ യൂണിറ്റ് പ്ലാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഏത് വഴി, ടീച്ചിങ് മെത്തേഡ് എന്താണ്, ഇവാലുവേഷൻ എങ്ങനെയാണ് നടത്തേണ്ടതെന്നും ഉണ്ട്. ഹൈറാർക്കി വെച്ച് നോക്കുന്നെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ കോഴ്സ് പ്ലാൻ ആണ് വലുത് വെൻ കമ്പയർഡ് ടു യൂണിറ്റ് പ്ലാൻ, അല്ലേ? ഇനി ഫോക്കസ് കൂടുതലും കോഴ്സ് പ്ലാനിനത് എത്ര മണിക്കൂർ ടോട്ടലുണ്ട്, എത്ര ടൈം കൊണ്ട് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ആവും എന്നല്ല. വേറെ യൂണിറ്റ് പ്ലാനിന് കൂടുതലും ആ ചാപ്റ്റർ എത്രത്തോളം ഡെപ്തിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നു എന്നാണ് നോക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ യൂണിറ്റ് പ്ലാൻ ആൻഡ് ഡെയിലി പ്ലാൻ. യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് 2-3 ചാപ്റ്റർ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണെങ്കിൽ, വേറെ നമ്മുടെ ലെസൺ പ്ലാനിനകത്ത് ഒരു പെർട്ടിക്കുലർ ലെസൺ മാത്രം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഡെയിലി പ്ലാനാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീനിൽ ആ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ എത്രയെന്ന് പ്ലാൻ ചെയ്യണമെന്ന്. അപ്പോൾ യൂണിറ്റ് പ്ലാൻ ആയിരിക്കും ലെസൺ പ്ലാനിനെ വെച്ച് അല്ലെങ്കിൽ ഡെയിലി പ്ലാനിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാക്രോ, മറ്റേത് മൈക്രോ ആണെന്ന് ആലോചിക്കുക. പിന്നെ ഇതിൻ്റെ ഔട്ട്കം എന്താണ്, ഡെയിലി ഉള്ള ആക്ടിവിറ്റീസിന് പിന്നെ നമുക്കൊരു മെറിറ്റും ഡീമെറിറ്റും അല്ല പറയാൻ പറ്റുന്നത്. യൂണിറ്റ് പ്ലാനിന് കുറേ കൂടി സമയം കിട്ടും, പക്ഷേ ഡെയിലി പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടൈം അവൈലബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. പിന്നെ ഇവാലുവേഷൻ നോക്കാം, മെയിൻലി നമുക്ക് അതിൻ്റെ സ്കോപ്പ്, ഡീറ്റെയിൽസ്, ഒബ്ജക്റ്റിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇവാലുവേഷൻ ടെക്നിക്സുമാണ് നോക്കുന്നത് യൂണിറ്റ് പ്ലാൻ. അപ്പോൾ മെയിൻലി നമുക്ക് ചോദിക്കുന്നത് കോഴ്സ് പ്ലാനും ഡെയിലി പ്ലാനും അല്ലെങ്കിൽ ലെസൺ പ്ലാനും യൂണിറ്റ് പ്ലാനും ചോദിക്കാം. ലെസൺ പ്ലാനുണ്ട്, ഡെയിലി പ്ലാന്, യൂണിറ്റ് പ്ലാന്, കോഴ്സ് പ്ലാന്. ഓക്കെ, എല്ലാത്തിനകത്തും എഴുതാൻ പറ്റുന്നത് എന്താണ് ലെവൽ ഓഫ് പ്ലാനിങ്, അത് വലുതാണോ ചെറുതാണോ, ഡ്യൂറേഷൻ എന്താണ്, അതിൻ്റെ പേർപ്പസ് എന്താണ്, ഔട്ട്കം എന്താണ് ഡിസ്കസ് ചെയ്യാം. ദെൻ 15ാമത് പറയുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻസ്. ഇപ്പം തന്നെ ഒരു 5 ക്വസ്റ്റ്യനോളം കവർ ചെയ്യും. എന്തുകൊണ്ട് യൂണിറ്റ് പ്ലാന് ലെസൺ പ്ലാൻ ചോദിക്കാം, അല്ലെങ്കിൽ കോഴ്സ് പ്ലാന് യൂണിറ്റ് പ്ലാൻ ചോദിക്കാം, ലെസൺ പ്ലാനും കോഴ്സ് പ്ലാനും യൂണിറ്റ് പ്ലാനും ലെസൺ പ്ലാനും ഡെയിലി പ്ലാനൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ചോദിക്കാം. ദെൻ കംസ് ജനറൽ ആൻഡ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. വേറെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് സ്പെസിഫിക് ആയിട്ട് എന്ത് പോർഷനാണ് തീർക്കാനുള്ളത് എന്നൊക്കെ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ മെഷറബിലിറ്റി, ഒരു ജനറൽ ഒബ്ജക്റ്റീവ് ഒരു സിംഗിൾ സെഷൻ കൊണ്ട് അതിൻ്റെ ഫൈനൽ ഔട്ട്കം ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. വേറെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഒരു സിംഗിൾ ക്ലാസ് കഴിയുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ടൈം ഫ്രെയിം, എല്ലാത്തിനും നമുക്ക് ടൈം എഴുതാം. ജനറൽ ആകുമ്പോൾ കുറേ ടൈം എടുക്കും, സ്പെസിഫിക് ആകുമ്പോഴത്തേക്ക് കുറച്ച് ടൈമേ കിട്ടത്തുള്ളൂ. ആക്ഷൻ വേർബ്സ്, ഈ ജനറൽ ഒബ്ജക്റ്റീവ്സിനാണെങ്കിൽ അണ്ടർസ്റ്റാൻഡ്, നോ, അപ്രീഷിയേറ്റ് എന്ന വാക്കുകളാണെങ്കിൽ, സ്പെസിഫിക് ഒബ്ജക്റ്റീവിനകത്ത് ഡിഫൈൻ, ഡെമോൺസ്ട്രേറ്റ് അല്ലെങ്കിൽ ഇലുസ്ട്രേറ്റ്, എലാബറേറ്റ് എന്നൊക്കെ വാക്കുകൾ ഉപയോഗിക്കാം. പർപ്പസ് ആണെങ്കിൽ ജനറൽ ഒബ്ജക്റ്റീവിനകത്ത് പ്രൊവൈഡ് ദ ഓവറോൾ ഡയറക്ഷൻ ഓഫ് ദി ഇൻറ്റൻറ്റ് ഓഫ് ദ കോഴ്സ്, മൊത്തത്തിലുള്ള കോഴ്സിൻ്റെ ഡയറക്ഷൻ പറയുക. സ്പെസിഫിക് ഒബ്ജക്റ്റീവിനകത്ത് ഒരു സ്റ്റുഡൻറ്റ് പെർഫോമൻസിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ മാത്രം. ഇപ്പം ഞാൻ ഒരു ഡിസീസിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള എറ്റിയോളജി, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്, മാനേജ്മെൻറ്റൊക്കെ സ്പെസിഫിക് ആയിട്ടാണ് പറയുന്നത്. സോ മെയിൻലി ജനറൽ ആൻഡ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിനകത്ത് ജനറൽ എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, സ്പെസിഫിക് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ജനറൽ ഒബ്ജക്റ്റീവ്സ് കുറേ ടൈം എടുക്കും, സ്പെസിഫിക് കുറച്ച് ടൈമേ എടുക്കത്തുള്ളൂ. ഒരു ക്ലാസ് കൊണ്ട് ജനറലിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. സ്പെസിഫിക് ആണ് ഒരു ക്ലാസ് കൊണ്ട് തന്നെ പറയാൻ പറ്റും എന്ന് പറഞ്ഞു. അടുത്തത് കോംപ്രിഹെൻഷൻ ആൻഡ് സിന്തസിസ് എന്നാണ്.
ആദ്യം നമുക്ക് ബ്ലൂംസ് ലെവൽ നോക്കുമ്പം കോംപ്രിഹെൻഷൻ ഏറ്റവും ലോവർ ലെവൽ കൊഗ്നിറ്റീവ് ഡൊമെയിനായിട്ട് പറയുന്നത്. വേറെ സിന്തസൈസ് ചെയ്യുക കുറച്ചും കൂടി ഹയർ ലെവൽ. അപ്പോൾ ബ്ലൂംസ് കാറ്റഗറി വരുമ്പം തന്നെ ഏറ്റവും ബേസിക്കിൽ നിന്ന് മേലോട്ട് അല്ലേ പോകുന്നത്. അപ്പം താഴെ വരുന്നതാണ് ഈ കോംപ്രിഹെൻഷനൊക്കെ. വേറെ സിന്തസിസ് വരുമ്പം അത് ഈ മുകളിലോട്ട് പോകും. അനാലിസിസ് കഴിഞ്ഞ് അനാലിസിസിൻ്റെ ഒക്കെ അനലൈസ് ചെയ്യും, പിന്നെ സിന്തസൈസ് ചെയ്യും. പിന്നെ ഡെഫിനിഷൻ കോംപ്രിഹെൻഷനകത്ത് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റീസ്റ്റേറ്റിംഗ് ഇറ്റ്. നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം അതിനെ റീസ്റ്റേറ്റുമാണ് ചെയ്യുന്നതെങ്കിൽ സിന്തസിസിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതിൽ നിന്നും ഒരെണ്ണം പുതിയത് ഫോർമുലേറ്റ് ചെയ്യും. പുട്ടിങ് പാർട്സ് ടുഗദർ ടു ഫോം എ ന്യൂ അല്ലെങ്കിൽ ഒറിജിനൽ ഹോള്. ദെൻ ആക്ഷനകത്ത് കോംപ്രിഹെൻഷൻ്റെ ആക്ഷനായിട്ട് സമ്മറൈസിങ്, പാരാഫ്രൈസിങ് ആണെങ്കിൽ സിന്തസിസിനകത്ത് ഒരു കെയർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റിസർച്ച് സ്റ്റഡി നടത്താനോ ആണ്. ദെൻ കോംപ്രിഹെൻഷൻ്റെ കോംപ്ലക്സിറ്റി, ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം കണ്ടൻറ്റിനെ കുറിച്ചിട്ട്. വേറെ സിന്തസിസിനകത്ത് ഇറ്റ് റിക്വയർസ് ക്രിയേറ്റിവിറ്റി, പുതിയ പുതിയ ഐഡിയാസ്, ക്രിയേറ്റിവിറ്റി വേണം. കോംപ്രിഹെൻഷൻ ഔട്ട്കം സ്റ്റുഡൻസിന് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. വേറെ സിന്തസിസിനകത്ത് സ്റ്റുഡൻറ്റ് ക്യാൻ ക്രിയേറ്റ് സംതിങ് ന്യൂ. അപ്പോൾ കോംപ്രിഹെൻഷൻ ഉണ്ട്, സിന്തസിസും ഉണ്ടെങ്കിൽ കോംപ്രിഹെൻഷനകത്ത് എല്ലാ കാര്യങ്ങളെയും നമുക്കിങ്ങനെ ഒരുമിച്ചാക്കാനായിട്ട് പറ്റും. വേറെ സിന്തസൈസിനകത്ത് നമ്മൾ പുതിയ ഒന്നിനെ സിന്തസൈസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം തന്നെ അവിടെ ബ്ലൂംസ് ലെവൽ കാറ്റഗറി പറയണം, അതിൻ്റെ ഡെഫിനിഷൻ പറയണം, ഒരു പേർപ്പസ് പറയാം, ഔട്ട്കം പറയാം, ആൻഡ് കോംപ്ലക്സിറ്റി. ഇനി കൊഗ്നിറ്റീവ് ഡൊമെയിൻ ആൻഡ് അഫക്റ്റീവ് ഡൊമെയിന്. അതിൻ്റെ കൊഗ്നിറ്റീവ് ഡൊമെയിൻ വരുമ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സ്കില്ല്, നമ്മുടെ നോളേജ്, തിങ്കിങ് പവർ ആണെങ്കിൽ അഫക്റ്റീവ് ഡൊമെയിൻ ഫോക്കസസ് ഓൺ ഫീലിംഗ്, നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്സിനും ആൻഡ് വാല്യൂസിനുമാണ്. കൊഗ്നിറ്റീവ് ഡൊമെയിൻ്റെ ലെവലിനകത്ത് വരുന്നതാണ് നോളേജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. അനാലിസിസ് കഴിഞ്ഞ് അനാലിസിസ്, സിന്തസൈസ് ആൻഡ് ഇവാലുവേഷൻ. ദെൻ എഫക്റ്റീവിനകത്ത് റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂവിങ്, ഓർഗനൈസിങ് ആൻഡ് ക്യാരക്ടറൈസിങ്. മെഷർമെൻറ്റ് കൊഗ്നിറ്റീവ് ഡൊമെയിൻ ആകുമ്പം ഒരു റൈറ്റിംഗ് ടെസ്റ്റ് കൊണ്ടോ ഓറൽ ടെസ്റ്റ് കൊണ്ടോ ഇൻ്റർവ്യൂ ടെസ്റ്റ് കൊണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിലൂടെ കൊഗ്നിറ്റീവ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എഫക്റ്റീവിനകത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷന്, അവരുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് കൊഗ്നിറ്റീവ് ഡൊമെയിൻ കുറച്ചും കൂടി പഠിപ്പിക്കാൻ ഈസിയർ ആണെങ്കിൽ എഫക്റ്റീവ് ഡൊമെയിന് കുറേ നാളെടുക്കുമെന്ന് ഡെവലപ്പ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട്. എക്സാമ്പിൾ കൊഗ്നിറ്റീവ് ഡൊമെയിന് ഹാർട്ടിൻ്റെ അനാട്ടമിയെക്കുറിച്ച് പറയുന്നെങ്കിൽ എഫക്റ്റീവിനകത്ത് ആ പേഷ്യൻറ്റിൻ്റെ പെയിൻ എത്രത്തോളം ഉണ്ടെന്ന് എംപത്തറ്റിക്കായിട്ട് ചിന്തിക്കുന്നതാണ്. അപ്പം അതാണ് കൊഗ്നിറ്റീവ് ഡൊമെയിനും എഫക്റ്റീവ് ഡൊമെയിനും. അല്ലാതെ പക്ഷം കൊഗ്നിറ്റീവ് ഡൊമെയിനും സൈക്കോമോട്ടോർ ഡൊമെയിനുമായിട്ട് ചോദിക്കാം, നമ്മുടെ 18ാമത്തെ ക്വസ്റ്റ്യൻ. സോ ഫോക്കസ് ചെയ്യുന്നത് കൊഗ്നിറ്റീവ് ഡൊമെയിൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് അറിയാമോ. അതേപോലെ തന്നെ മെൻ്റൽ പ്രോസസ്സാണെങ്കിൽ സൈക്കോമോട്ടോർ ഡൊമെയിൻ കൂടുതൽ മോട്ടോർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഫോക്കസ് ചെയ്യുന്നത്. കൊഗ്നിറ്റീവ് ഡൊമെയിൻ അതിൻ്റെ ആക്ടിവിറ്റീസ്, കൊഗ്നിറ്റീവ് എന്ന് പറയുന്നത് തിങ്കിങ് ആണ്. വേറെ സൈക്കോമോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻസ് ആണ്, കോർഡിനേഷൻ, മാനിപ്പുലേഷൻ ആൻഡ് ഫിസിക്കൽ മൂവ്മെൻറ്റ്. ദെൻ സെറ്റിങ്സ് കൊഗ്നിറ്റീവ് ഡൊമെയിനകത്ത് മെയിൻലി പ്രൈമറിലി ക്ലാസ് റൂം ടൈപ്പ് ആണെങ്കിൽ സൈക്കോമോട്ടറിനകത്ത് ചെക്ക് ലിസ്റ്റ്, റൺ ഡെമോൺസ്ട്രേഷൻ, OSP ഇതൊക്കെ വരും. എക്സാമ്പിൾസ് കൊഗ്നിറ്റീവ് ഡൊമെയിനിൽ നമ്മുടെ ഒരു സ്റ്റെറൈൽ ടെക്നിക്കിൻ്റെ തിയറി എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്ത് സൈക്കോമോട്ടറിനകത്ത് സ്റ്റെറൈൽ ടെക്നിക്സ് തന്നെ നമ്മളങ്ങ് ഫോളോ ചെയ്യുവാണ്. ദെൻ ഇപ്പോൾ അവിടെ പറഞ്ഞത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ ഫോക്കസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് എന്താണ്, ഔട്ട്കം അല്ലെങ്കിൽ എക്സാമ്പിൾസ്, അസസ്മെൻറ്റുകൾ പറയാം. ദെൻ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് കറിക്കുലമാണ്. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവിൽ നമ്മുടെ ഡിസയർ ആയിട്ടുള്ള ബിഹേവിയറിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കറിക്കുലം ഒരു സിലബസ് പോലെയാണ്. കറിക്കുലം ഒരു മൊത്തത്തിലുള്ള ഓവറോൾ ലേണിംഗ് എക്സ്പീരിയൻസിന് ഒരു ടോട്ടൽ വ്യൂ തരുന്നുണ്ട്. ദെൻ റിലേഷൻഷിപ്പ് ഒബ്ജക്റ്റീവ്സിന് ആർ ദ എൻഡ്സ്, അതാണ് നമ്മുടെ എൻഡായിട്ട് പ്രതീക്ഷിക്കുന്നത്, അത് കിട്ടണം. ഇപ്പം ദ ക്ലൈൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ദ ക്ലൈൻറ്റ് റിലീസ് ഫ്രം ഹൈപ്പർതെർമിയ, ഇത് നമ്മളൊരു ഗോളായിട്ട് സെറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ എൻഡ്. വേറെ കറിക്കുലം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് കറിക്കുലത്തായി വരുന്നത്.
Then components of educational objectives are mainly knowledge, skill, attitude. Knowledge, skill, attitude. Whereas curriculum കൂടുതലും സിലബസും അതിൻ്റെ മെത്തേഡ്സും റിസോഴ്സസും ഇവാലുവേഷൻ ടൂൾസും ആണ്. ദെൻ സീക്വൻസസ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ആദ്യം ഫസ്റ്റ് മുതൽ കറിക്കുലം വരെ നമ്മൾ ഗൈഡ് ചെയ്യുന്നു ടു ഗൈഡ് ദ കറിക്കുലം. വേറസ് കറിക്കുലം ഈസ് ബേസ്ഡ് അപ്പോൺ ദ പ്രീ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ്. നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്തേക്കുന്ന ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഫോക്കസസ് ഒബ്ജക്റ്റീവ്സ് ആണെങ്കിൽ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നവയാണെങ്കിൽ കറിക്കുലം കൂടുതലും പ്രോസസ്സാണ്. അപ്പം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നോളേജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, വി എക്സ്പെക്റ്റ് ആൻ എൻഡ്, അതാണ് നമ്മുടെ എൻഡായിട്ടും ഫൈനൽ റിസൾട്ടായിട്ടും പ്രതീക്ഷിക്കുന്നതെങ്കിൽ കറിക്കുലം അതൊരു പ്രോസസ്സാണ്. ഇത് ഇൻപുട്ടാണ്, ഇത് പ്രോസസ്സാണ്. വി ആർ എക്സ്പെക്റ്റിംഗ് ടു ബി കംപ്ലീറ്റ് ദാറ്റ്. ഇനി സൊസൈറ്റിയൽ കറിക്കുലമാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ കറിക്കുലമുണ്ട്. സൊസൈറ്റിയൽ കറിക്കുലം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ഫാമിലിയിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് സൊസൈറ്റിയൽ കറിക്കുലം. വേറസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കറിക്കുലം സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ കോളേജിൽ നിന്നും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. നേച്ചർ കൂടുതൽ സൊസൈറ്റിയിൽ ഇൻഫോർമൽ അല്ലെങ്കിൽ അൺറിട്ടൺ മോഡാണ്. വേറെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോർമലാണ്, റിട്ടൺ ആണ്, കോൺഷ്യസ് ആണ്. ദെൻ സൊസൈറ്റിയൽ കറിക്കുലത്തിനകത്ത് കൂടുതലും കൺട്രോൾ ചെയ്യുന്ന, പ്രത്യേകിച്ച് കൺട്രോളൊന്നുമില്ല, നോ കൺട്രോൾ. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൺട്രോൾ ഉണ്ട് കറിക്കുലത്തിൽ. തന്നെ നമ്മൾ ഇത്ര പ്രായമാവുന്ന സമയത്ത് സൊസൈറ്റിയിൽ നിന്ന് ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് സൊസൈറ്റിയൽ കറിക്കുലം. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കോളേജിൽ പോയി പഠിക്കുന്ന കുറേ കണ്ടൻറ്റും ചാപ്റ്ററും ബുക്കുകളും ടെക്സ്റ്റ് ബുക്സൊക്കെയാണ്. അപ്പം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയൽ കറിക്കുലമാണെങ്കിൽ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിലും സ്കിൽസിലും ഒക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. വേറെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറിക്കുലമാണെങ്കിൽ നമ്മുടെ നോളേജും സ്കില്ലും ആറ്റിറ്റ്യൂഡും ഒക്കെ ഇമ്പ്രൂവ് ആക്കുക ചെയ്യുന്നത്. അസസ്മെൻറ്റ് പ്രത്യേകിച്ച് നമുക്കൊരു അസസ്മെൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല സൊസൈറ്റിയിൽ. പക്ഷേ റെഗുലറായിട്ട് ടെസ്റ്റ് പേപ്പേഴ്സിലൂടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറിക്കുലം കംപ്ലീറ്റഡ് ആണോ എന്ന് നോക്കാൻ പറ്റും. അപ്പം സൊസൈറ്റിയിൽ ചോദിച്ചാലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചോദിച്ചാലും അതെന്താണ് ഡെഫിനിഷൻ എന്ന് പറയാം. അതിനകത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണെന്ന് പറയാം. പിന്നെ അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നൊക്കെ. ഇത്രയാണ് അതിനകത്തുനിന്ന് വരുന്നത്. അടുത്തത് ടീച്ചിങ് ഇൻ എ ക്ലാസ് റൂം ആൻഡ് സ്കിൽ ലാബാണ്. സോ ഫസ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് ലെക്ചറും സെമിനാറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ലെക്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചർ ക്ലാസ്സിന് മൊത്തത്തിൽ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്, വൺ വേ കമ്മ്യൂണിക്കേഷൻ. പക്ഷേ സെമിനാർ എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് അവരുടെ അഭിപ്രായം പറയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. സോ ലെക്ചർ ഈസ് പ്രൈമർലി വൺ വേ കമ്മ്യൂണിക്കേഷൻ, വേറസ് സെമിനാർ എന്ന് പറയുന്ന മൾട്ടി ഡയറക്റ്റഡ് കമ്മ്യൂണിക്കേഷനാണ്. ഗ്രൂപ്പ് സൈസ് ലെക്ചറിൽ ലാർജ് ഗ്രൂപ്പാണെങ്കിൽ സെമിനാറിൽ ഒരു മാക്സിമം 10 മുതൽ 20 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റൂ. സ്റ്റുഡൻറ്റിൻ്റെ റോള് ലെക്ചറിലൊരു പാസീവായിട്ടുള്ള ലേണർ ആണെങ്കിൽ സെമിനാർ വരുന്ന സമയത്ത് ആക്റ്റീവ് ലേണറാണ്. പ്രിപ്പറേഷൻ ലെക്ചർ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്യുന്ന ടീച്ചറാണ്. പക്ഷേ സെമിനാർ വരുന്ന സമയത്ത് പിള്ളേരുടെയും കൂടി ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഗോള് ഒരു ലാർജ് ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ലെക്ചർ എങ്കിൽ സെമിനാർ ഇസ് കണ്ടക്റ്റഡ് ടു ഇംപ്രൂവ് ദ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. സോ ഒരു സ്ഥലത്ത് സെമിനാറും അതേ സമയത്ത് ലെക്ചറാണ് ചോദിക്കുന്നത്. ലെക്ചർ ആൻഡ് സെമിനാർ. ലെക്ചർ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ പറയാം, അതിൻ്റെ പർപ്പസ് എന്താണ്, അത് വൺ വേ ആണോ 2 വേ ആണോ എന്ന് നോക്കുക, അത് എത്ര ഗ്രൂപ്പിൻ്റെ സൈസ് നോക്കുക, പിന്നെ അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് എക്സ്പെക്റ്റ് ചെയ്ത് പറയാം. പ്രിപ്പറേഷൻ, ഗോള് നമുക്കെല്ലാത്തിനും പറയാം, പർപ്പസ് അല്ലെങ്കിൽ ഗോൾ. അടുത്ത ഡെമോൺസ്ട്രേഷൻ ആൻഡ് സിമുലേഷനാണ്. ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നമ്മൾ കാണിക്കുന്നു. ഒരു എക്സ്പേർട്ട് എങ്ങനെയാണ് പ്രൊസീജിയറിന് ചെയ്ത് കാണിക്കുന്നതെന്നാണ് ഡെമോൺസ്ട്രേഷൻ. വേറെ സിമുലേഷൻ ഒരു റിയൽ ലൈഫ് സിനാരിയോയുടെ റെപ്ലിക്കേഷനാണ്, ബൊമ്മയൊക്കെ വെച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ. ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഡെമോൺസ്ട്രേഷൻ അത് സ്റ്റുഡൻസിൻ്റെ ഒബ്സർവേഷനേ ഉള്ളൂ. സ്റ്റുഡൻസ് പാസീവാണ്. അപ്പം തന്നെ 2 പോയിൻ്റ്, സ്റ്റുഡൻസിൻ്റെ ഒബ്സർവേഷനും സ്റ്റുഡൻസ് പാസീവാണ് ആക്ടിവിറ്റിക്കകത്ത്. വേറെ സ്റ്റിമുലേഷനകത്ത് കുട്ടികൾ ആക്റ്റീവ് മെമ്പേഴ്സാണ്, കാരണം അവർ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പം സ്റ്റുഡൻസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് യൂസിങ് മാനിക്കൻസ്, ദെൻ സ്റ്റാൻഡർഡൈസ്ഡ് വേരിയൻസ് ഒക്കെ. ഇനി റിസ്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ടീച്ചറാണ് പ്രൊസീജിയർ ചെയ്യുന്നതുകൊണ്ട് റിസ്ക് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. പേരസ് ഇൻ സിമുലേഷൻ വി പെർഫോം ദ പ്രൊസീജിയർ, സോ സ്റ്റുഡൻസ് ആർ അറ്റ് ഹൈ റിസ്ക്. ഫീഡ്ബാക്ക് ഡെമോൺസ്ട്രേഷന് ശേഷമാണ് ഫീഡ്ബാക്ക് തരുന്നതെങ്കിൽ സിമുലേഷന് ഇമ്മീഡിയറ്റ്ലി ഫീഡ്ബാക്ക് തരും. അപ്പോൾ മെയിൻലി നമുക്ക്
സ്റ്റിമുലേഷൻ ഡെമോൺസ്ട്രേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മെയിൻ ഡെഫിനിഷൻ പറയാം, ഫോക്കസ് അഥവാ ഗോൾ അല്ലെങ്കിൽ പർപ്പസ് പറയാം, ദെൻ അതിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഔട്ട്കം എന്താണ്, റിസ്ക് ഫാക്ടർ ഉണ്ടോ എന്നെല്ലാം നോക്കാം. അടുത്തത് സെമിനാറും സിമ്പോസിയമാണ്. സെമിനാർ പറഞ്ഞു 2 വേ കമ്മ്യൂണിക്കേഷനാണ്. 2 സ്റ്റുഡൻസ് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരു 10 മുതൽ 20 ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനെ പറ്റത്തുള്ളൂ. മെയിനായിട്ടുള്ള ഗോള് അവരുടെ സ്കില്ല് നോളേജൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആക്കുക എന്നാണ്. വേറെ സിമ്പോസിയം എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു 5-6 എക്സ്പേർട്ട് ഇരുന്ന് സംസാരിക്കും. ഇതിനകത്തൊരു മീഡിയേറ്റേഴ്സും കാണും. സോ ഡിഫറെൻറ്റ് ആസ്പെക്ട് ഓഫ് എ സിംഗിൾ ടോപ്പിക് ആസ് എക്സ്പ്രസ്ഡ് ബൈ എക്സ്പേർട്ട്. സെമിനാറിൽ ടീച്ചറാണ് ഗ്രൂപ്പിനോട് പറഞ്ഞു കൊടുത്ത് ഗ്രൂപ്പും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ സിമ്പോസിയത്തിനകത്ത് Q&A ക്വസ്റ്റ്യൻസ് ഉണ്ട്, പാനൽ ഓഫ് എക്സ്പേർട്സ് പ്രസൻ്റ് ആണ്, ഫോർമലാണ് ആൻഡ് പ്രസൻറ്റിങ് ഡൈവേഴ്സ് എക്സ്പേർട്സ് വ്യൂ പോയിൻ്റ്. ഒരുപാട് പേരുടെ വ്യൂ പോയിൻ്റ് അവിടെ എക്സ്പ്രസ് ആക്കുന്നുണ്ട്. ഇനി വർക്ക്ഷോപ്പ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഡെമോ ചെയ്ത് കാണിക്കുന്നതാണ്, ടീച്ചറാണ് കാണിക്കുന്നത്, റിസ്ക് ഫാക്ടർ കുറവായിരിക്കും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് സ്റ്റുഡൻറ്റിൻ്റെ സ്കില്ല് കൂട്ടുക എന്നാണ്. പക്ഷെ അതേസമയം സ്റ്റുഡൻസ് പാസീവായിട്ട് ലേണേഴ്സ് മാത്രമാണ് ഇവിടെ. വേറെ വർക്ക്ഷോപ്പിലെ സമയത്ത് സ്റ്റുഡൻസിന് തന്നെ അവരുടെ ഹാൻഡ് ഓൺ പ്രാക്ടീസാണ്, ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. സ്റ്റുഡൻസ് ആക്റ്റീവ് മെമ്പേഴ്സാണ്, അവരുടെ നോളേജും സ്കില്ലും കമ്പാരിറ്റീവ്ലി കൂടുന്നുണ്ട്, പക്ഷെ റിസ്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. അടുത്തത് സിമ്പോസിയവും പാനൽ ഡിസ്കഷനുമാണ്. സിമ്പോസിയം എന്ന് പറയുന്നത് കുറച്ച് സ്പീക്കേഴ്സ് നല്ല പ്രിപ്പയർഡായിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് ബൈ ഡിഫറെൻറ്റ് സ്പീക്കേഴ്സ്. വേറെ പാനൽ ഡിസ്കഷൻ ഒരു കോൺവേഴ്സേഷൻ പോലെയാണ്, ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇരുന്ന് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ല കോൺവേഴ്സേഷൻ ഉണ്ടാക്കും. പ്രിപ്പറേഷൻ സിമ്പോസിയത്തിൽ ഒരു ഫോർമൽ വേ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പാനൽ ഡിസ്കഷനിൽ ഒരു സെമി ഫോർമൽ രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. സിമ്പോസിയത്തിൽ ഭയങ്കര ആധികാരികമായി സംസാരിക്കും, പക്ഷെ അപ്പുറത്ത് തിരികെ ഒരു ഫ്രണ്ട്ലി മാനറിലാണ് സംസാരിക്കുന്നത്. ഇൻട്രാക്ഷൻ സിമ്പോസിയത്തിൽ കൂടുതലും ഓഡിയൻസും സ്പീക്കേഴ്സും തമ്മിലാണ് ഇൻട്രാക്ഷൻ എങ്കിൽ പാനൽ ഡിസ്കഷനകത്ത് ആ എക്സ്പേർട്ടുകൾ തമ്മിൽ മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ റോൾ ഓഫ് മോഡറേറ്റർ. സിമ്പോസിയത്തിൽ അവർ സ്പീക്കേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഇടയ്ക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ പാനൽ ഡിസ്കഷനിൽ ആ ഒരു ഫ്ലോ ഓഫ് കോൺവേഴ്സേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഇനി സിമ്പോസിയത്തിൻ്റെ കണ്ടിന്യൂറ്റി ഓരോ സ്പീച്ചും ഓരോ പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണെങ്കിൽ പാനൽ ഡിസ്കഷൻ ആ ഒരു ടോപ്പിക്കിൻ്റെ ഫ്ലോ അനുസരിച്ച് പുതിയ ടോപ്പിക്കുകൾ ഇൻട്രൊഡ്യൂസ്ഡ് ആവും. ഇനി അടുത്തത് പ്രോജക്റ്റ് മെത്തേഡിൻ്റെ ഫീൽഡ് ട്രിപ്പുമാണ്. പ്രോജക്റ്റ് മെത്തേഡിനകത്ത് കുട്ടികൾക്കൊരു റിയൽ ലൈഫ് പ്രോബ്ലം കൊടുത്തിട്ട് അത് സോൾവ് ചെയ്ത് അതിലൂടെ കണ്ടെത്തും. വേറെ ഫീൽഡ് ട്രിപ്പിൽ കുട്ടികളെ വെളിയിൽ ഔട്ട്സൈഡ് ദെയർ സ്കൂൾ എൻവയൺമെൻറ്റ് കോളേജ് എൻവയൺമെൻറ്റ് കൊണ്ടുപോയി പഠിപ്പിക്കുകയോ ചെയ്യുന്നത്. ദെൻ ഓഡിയൻസ് ഡ്യൂറേഷൻ പ്രോജക്റ്റ് മെത്തേഡിൽ ലോങ് ടൈം കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ഷോർട്ട് ടേമാണ്. മെയിൻലി പ്രോജക്റ്റ് മെത്തേഡിനകത്ത് കുട്ടികളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ ഇമ്പ്രൂവ് ആക്കുകയെങ്കിൽ ഫീൽഡ് ട്രിപ്പിനകത്ത് സ്റ്റുഡൻസ് പുറത്തോട്ടൊക്കെ ട്രാവൽ ചെയ്ത് ഒബ്സർവ് ചെയ്ത് പഠിക്കണം എന്നാണ്. ഇനി ഔട്ട്കം ഫൈനൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മോഡൽ അല്ലെങ്കിൽ സൊല്യൂഷൻ നമ്മൾ മോഡൽ ഉണ്ടാക്കി കൊടുക്കണം. വേറെ ഫീൽഡ് ട്രിപ്പിനകത്ത് ഒബ്സർവേഷൻ സ്കില്ലാണ് നോക്കുന്നത്, ഒബ്സർവേഷനാണ്. സ്റ്റുഡൻറ്റിൻ്റെ റോള് പ്രോജക്റ്റിനകത്ത് റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ്, വേറെ ഫീൽഡ് ട്രിപ്പിനകത്ത് ഒബ്സർവേഷൻ, അല്ല ഒബ്സർവേഷൻ ഡേറ്റ കളക്ഷൻ എന്ന് എഴുതിയാൽ മതി. ഇനി പാനൽ ഡിസ്കഷനും വർക്ക്ഷോപ്പും. പാനൽ ഡിസ്കഷൻ ഞാൻ പറഞ്ഞു, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇരുന്ന് പാനൽ ഓഫ് എക്സ്പേർട്സ് ഇരുന്ന് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പിന്നെ അത് ഫ്ലോ പോലെ അങ്ങ് പോകുന്നുണ്ട്. അവിടെ ഓഡിയൻസിനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്നില്ല, അവിടെ ഓഡിയൻസിന് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ല. പക്ഷേ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ട്, നമുക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും, ചെയ്തുകൊണ്ടുള്ള ആക്ടിവിറ്റീസ് കൂട്ടുന്നുണ്ട്. ഇനി അടുത്തത് പ്രോജക്റ്റ് മെത്തേഡും പ്രോബ്ലം ബേസ്ഡ് ലേണിങ്ങും ചോദിക്കാം. പ്രോജക്റ്റ് മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പ്രോബ്ലം ബേസ്ഡ് ലേണിങ്ങിനകത്ത് ഒരു പ്രോബ്ലം നമുക്ക് റിയൽ ലൈഫ് തന്നിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറയും. ടീച്ചർ ഇവിടെ ഒരു ട്യൂട്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതായത് എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യും. സ്ട്രക്ചർ ആണെങ്കിലും അത്ര ലെസ് സ്ട്രക്ചേർഡാണ്, പ്രോബ്ലം ബേസ്ഡ്, എല്ലാം നമ്മളായിട്ട് കണ്ട് സൊല്യൂഷൻ കണ്ടെത്തുക എന്നാണ്. ഇനി ലീനിയർ പ്രോഗ്രാമും ബ്രാഞ്ച്ഡ് പ്രോഗ്രാമും. ലീനിയർ പ്രോഗ്രാം ഓരോ ലേണേഴ്സും ഒരു സെയിം ആയിട്ടുള്ള സീക്വൻസ് ഓഫ് ഫ്രെയിംസ് ഫോളോ ചെയ്യുന്നെങ്കിൽ ബ്രാഞ്ചിനകത്ത് നമുക്ക് എന്ത് റെസ്പോൺസാണോ പോളാണോ കിട്ടിയത് അതിനനുസരിച്ചായിരിക്കും ബാക്കി റെസ്പോൺസ് തരുന്നത്.
ലീനിയർ സ്മോൾ ഫ്രെയിമാണ്, ബ്രാഞ്ച് വലിയ ഫ്രെയിമാണ്. എറർ ഹാൻഡിലിംഗ് ലീനിയർ അവോയ്ഡഡ് ആണ്. ബ്രാഞ്ച്ഡിനകത്ത് ബേസിക് റെമഡിയേഷനും ആണ്. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്.